ഹായ് ഫ്രണ്ട്സ്, ഞാനൊരു ഡോക്ടറായതിനു ശേഷം മനസ്സിലാക്കിയൊരു യാഥാർത്ഥ്യമുണ്ട്. ഇന്നിവിടെ ആളുകൾക്ക് രോഗം വരുന്നത് മരുന്നില്ലായിട്ടല്ല, അറിവില്ലായിട്ടല്ല, ഭക്ഷണമില്ലായിട്ടല്ല, ചികിത്സ ഇല്ലായിട്ടുമല്ല. ഞാൻ പഠിക്കുന്ന കാലത്ത് ഞാൻ കരുതിയിരുന്നത് എന്താ അറിയോ, എല്ലാവർക്കും ഭക്ഷണം കിട്ടാത്തതുകൊണ്ടുള്ള ഡെഫിഷ്യൻസി ഒരുപാടുണ്ടാകും, ആരോഗ്യപരമായ അറിവുകൾ ഒരുപാടില്ലാത്ത പ്രശ്നം ഉണ്ടാകും, അങ്ങനെയാണ് രോഗങ്ങൾ വരിക എന്നുള്ളതാണ്. പക്ഷേ പഠിച്ചു കഴിഞ്ഞ് 10-15 വർഷത്തെ ഒരു എക്സ്പീരിയൻസിൽ ഡോക്ടറായി നിന്നപ്പോൾ എനിക്ക് മനസ്സിലായ സംഗതി, നമ്മൾക്കൊക്കെ അറിവ് കൂടിയതിൻ്റെയും ഭക്ഷണം കൂടിയതിൻ്റെയും കേടാണ്. മലയാളികളെ സംബന്ധിച്ച് വളരെ യാഥാർത്ഥ്യബോധത്തോടു കൂടി തന്നെ സംസാരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്, നമ്മൾക്ക് നന്നായിട്ട് അറിവുണ്ട്, പക്ഷേ ആ അറിവ് വെച്ച് വിവേകത്തോടെ നമ്മളുടെ അറിവ് ഉപയോഗിക്കാൻ അറിയില്ല എന്നുള്ളതാണ്. രോഗങ്ങളെ പറ്റിയും രോഗാണുക്കളെ പറ്റിയും നല്ല അറിവുണ്ടെങ്കിലും വ്യായാമം ചെയ്യാതെയും ഭക്ഷണം നിയന്ത്രിക്കാതെയും രോഗിയായി മാറുന്ന യാഥാർത്ഥ്യമാണുള്ളത്. ഒരു പക്ഷേ തമിഴന് ഇത്രയധികം ആരോഗ്യ അറിവുകളൊന്നും ഇല്ലെങ്കിലും അവൻ്റെ ഭക്ഷണത്തിലും അവൻ്റെ ജീവിതശൈലിയിലും ശ്രദ്ധിക്കുന്നുണ്ട് എന്നാണ് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ സേവനം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ഒരു പോഡ്കാസ്റ്റിൽ വന്നിട്ടുള്ളത്, ഇത്തരം സംഗതികൾ നമുക്ക് അറിയുന്നതും ശ്രദ്ധിക്കാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ഉണർത്തിയിട്ട് ആരോഗ്യം ആശുപത്രിയിൽ വരാതെ തന്നെ നേടാനുള്ള കുറച്ച് ടിപ്സായിട്ടാണ്. ഹോസ്പിറ്റലിലെ മാനേജർ ദിവ്യ ഉണ്ട്. ഞാൻ ഡോക്ടർ ബാസിൽ യൂസുഫ്, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, നടക്കാവ്, കോഴിക്കോട്. നമ്മുടെ മലയാളികൾ ഇന്ന് വളരെ വൈകി ഉറങ്ങുകയും രാവിലെ വൈകി എണീക്കുകയും ചെയ്യുന്ന ഒരു ന്യൂജൻ സ്റ്റൈലിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ദിനചര്യ രാവിലെ തൊട്ട് തുടങ്ങുന്ന മുതൽ തന്നെ തുടങ്ങാം. രാവിലെ എണീക്കുന്നതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഇത് സത്യത്തിലൊരു സെൽഫ് ഗോൾ അടിക്കുന്ന പോലെയാണ്. ഇത് ചോദിച്ച ദിവ്യക്കും അറിയാം. എൻ്റെ ജീവിതത്തിൽ എനിക്ക് വൈകിട്ട് ഡ്യൂട്ടി ഹോസ്പിറ്റലിൽ നിന്ന് പോകുമ്പോൾ ഒരുപാട് വൈകുന്നുണ്ട്. രാവിലെ എഴുന്നേൽക്കാൻ പ്രയാസമാണ്, രാത്രി കിടക്കുന്നത് വൈകിയാണ് എന്നുള്ളത്. ആദ്യത്തെ ചോദ്യം തന്നെ നല്ല ഒരു ട്രോള് തന്നിട്ടാണ് ഇരിക്കുന്നത്. എന്താണെങ്കിലും ഒറ്റ വാക്കിൽ പറയാം, എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ നഷ്ടങ്ങളും പരമാവധി നേരത്തെ എഴുന്നേൽക്കാൻ ശ്രമിച്ചതിന് ശേഷം എനിക്കുണ്ടായ ഗുണങ്ങളും പറഞ്ഞിട്ട് തുടങ്ങാം. ഞാൻ പ്രൊഫസർ PC തോമസ് സാറിൻ്റെ അടുത്താണ് പഠിച്ചിരുന്നത്. സാർ അന്ന് മുതലേ തല്ലി പിടിച്ച് 4 മണിക്ക് നീക്കണം, 5 മണിക്കെങ്കിലും നീക്കണം എന്ന് ഭയങ്കര സ്ട്രിക്റ്റ് ആക്കിയിട്ട് പറഞ്ഞതായിരുന്നു. സാറ് പറഞ്ഞ ഒരുപാട് ക്വാളിറ്റീസ് ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും എനിക്ക് രാവിലെ എഴുന്നേൽക്കുക എന്നുള്ളത് ഒരു തരം ഒരു എതിർത്ത് അതെങ്ങനെയെങ്കിലും അതിജയിച്ച് ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് എത്തുകയാണ് ചെയ്തത്. ഇപ്പോഴും രാവിലെ എഴുന്നേൽക്കുമ്പോൾ സാറ് പണ്ട് തല്ലി നീപ്പിച്ചിരുന്നത് ഓർമ്മ വരിക. അതുകൊണ്ട് തന്നെ എഴുന്നേൽക്കാൻ ഒരു ചെറിയ മടിയാണ്. സാധാരണ രീതിക്ക് വൈകി എഴുന്നേൽക്കുമ്പോൾ നമ്മളുടെ ബയോളജിക്കൽ ക്ലോക്ക് ശരിയായ രീതിയിൽ പ്രവർത്തിക്കില്ല. നമുക്കൊരു ആങ്സൈറ്റി, ഉത്കണ്ഠ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്, ഓർമ്മക്കുറവ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. എല്ലാം ഹറിബറി ആയിട്ട് ചെയ്തിട്ട് BP ഇങ്ങനെ കൂടിയിട്ട് ഒന്നും ഒരു പെർഫെക്ഷൻ കിട്ടാത്ത, ബയോളജിക്കൽ ക്ലോക്കിനെ ശരിയായിട്ട് പ്രവർത്തിപ്പിക്കാത്തൊരവസ്ഥ ഉണ്ടാവും. പൊതുവെ പഠനങ്ങൾ പറയുന്നത് ഹാപ്പി ഹോർമോൺ കുറവായിരിക്കും, അവരെപ്പോഴും മറവി രോഗങ്ങൾക്ക് അടിമയാകും, BP കൂടിക്കൊണ്ടിരിക്കും, ശരീരത്തിൽ എപ്പോഴും ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജ് ആയിരിക്കും, ഒരു ഉന്മേഷം ഉണ്ടാവില്ല എന്നുള്ളത്. നേരെ മറിച്ച് നേരത്തെ എഴുന്നേൽക്കുകയാണെങ്കിൽ ടൈമിനെ നമുക്ക് വരുതിയിലാക്കാൻ പറ്റും. നല്ല ഫ്രഷായിട്ട് വ്യായാമം ചെയ്യാനും ഫ്രഷ് എയർ കൊള്ളാനും പറ്റും, സുഖശോധന കിട്ടാനും ഹോസ്പിറ്റലിലേക്ക് അല്ലെങ്കിൽ ഡ്യൂട്ടിയിലേക്ക് ഹറിബറി ഇല്ലാതെ എത്താനും പറ്റും. ഇങ്ങനെ ആകുമ്പോൾ ജീവിതശൈലിയിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ട് ഒട്ടുമിക്ക രോഗങ്ങളും അവിടെ തന്നെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. പലരും ഇന്ന് തെറ്റായ ഒരു ശൈലിയിലാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. നമുക്ക് രാവിലെ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത എന്തൊക്കെ കാര്യങ്ങളാണുള്ളത്? ഇന്ന് നമ്മൾ രാവിലെ എഴുന്നേറ്റാൽ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതൊക്കെ സത്യത്തിൽ ചെയ്യാൻ പാടില്ലാത്തതാണ്. ഒട്ടുമിക്ക ആളുകളും രാവിലെ എഴുന്നേറ്റാൽ ആദ്യം ചെയ്യുന്നത് ഫോൺ തുറക്കും, വാട്സപ്പ് തുറന്നു നോക്കും, അതിലുണ്ടാവുന്ന ഫേസ്ബുക്ക് തുറന്നു നോക്കും. എനിക്കൊക്കെ എപ്പോഴും അറിയുന്നൊരു കാര്യം എന്താണെന്നറിയോ, ഞാനടക്കം ഒരു സംഗതി ഞങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലൊക്കെ അറിയിക്കേണ്ടത് വാട്സപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ പലരും രാവിലെ പല്ല് തേച്ചിട്ടുണ്ടാവില്ല, പക്ഷെ അതിൻ്റെ മുൻപ് അതിന് റിപ്ലൈ തരും. കാരണം എന്താ, രാവിലെ എഴുന്നേറ്റാൽ വാട്സപ്പിലേക്കാണ് നോക്കുക, ഇത് കഴിഞ്ഞ് ഫേസ്ബുക്കിലും റീല് തോണ്ടലും തുടങ്ങും. അപ്പം നമ്മുടെ ശരീരത്തിൽ സ്ട്രെസ്സ് കൂടുകയാണ്. വാട്സപ്പിൽ എന്താ ഉണ്ടാവുക, ഒരു സ്റ്റാഫ് പറയും ഞാനിന്ന് വരില്ല, അല്ലെങ്കിൽ വീട്ടിൽ ഡ്യൂട്ടി ഉള്ള ആൾ പറയും ഞാനിന്ന് ഡ്യൂട്ടിക്ക് പോകുന്നില്ല, അതല്ലെങ്കിൽ നമുക്കിന്ന് മരുന്ന് കൊണ്ടുവന്ന് തരേണ്ട ആൾ പറയും ഞാനിന്ന് മരുന്ന് കൊണ്ടുവരുന്നില്ല. അപ്പം തന്നെ BP കൂടി തുടങ്ങുകയാണ്. രണ്ടാമത് കണ്ണിന് സ്ട്രെയിൻ വരികയാണ്. പിന്നെ നമ്മൾ ചെയ്യുന്നൊരു പരിപാടി, ബെഡിൽ കുറേ നേരം പുതച്ച് AC ഒന്നും കൂടെ കൂട്ടിയിട്ട് അങ്ങ് കിടക്കും, കണ്ണും മൂടി പുതച്ചിട്ട് കിടക്കും. ഇതുണ്ടാക്കുന്നത് നമ്മളുടെ മടി അവിടെ വർദ്ധിപ്പിക്കുകയാണ്, രക്തോട്ടം കുറയ്ക്കുകയാണ്. ചിലരെന്താ ചെയ്യുക പറഞ്ഞാൽ 8 മണിക്ക് എണീറ്റിട്ട് 8:10 ബസ്സിന് അപ്പം പിടിച്ചു ഓടും. അപ്പോൾ ഒന്നാകെ എണീറ്റ ഉടനെ തന്നെ ഇങ്ങനെ എക്സസൈസ് ചെയ്യുന്നത് ശരീരത്തിലേക്ക് പുതിയ അപകടങ്ങളും BP കൂട്ടലടക്കമുള്ള കാര്യങ്ങളുണ്ടാക്കും. വേറെ ചിലർ ചെയ്യുന്നത് രാവിലെ എഴുന്നേറ്റാൽ തന്നെ ഒരു കട്ടൻ ചായയും അതുപോലെ തന്നെ ഒരു ബീഡിയും വലിക്കുകയാണ്, എന്നാലേ കാര്യം സാധിക്കുള്ളൂ.
അതും തെറ്റായിട്ടുള്ള ഒരു ജീവിത രീതിയാണ്. ശരിയായ രൂപത്തിൽ ചെയ്യാനുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ, ഒന്ന് ധ്യാനം, പ്രാർത്ഥന, ഏകാഗ്രത, ഇതൊക്കെ ചെയ്തിട്ട് മെല്ലെ ബെഡിൽ നിന്ന് എഴുന്നേൽക്കുക. എന്നിട്ട് പ്രഭാത കർമ്മങ്ങൾ, മൂത്രമൊഴിക്കാൻ കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ മൂത്രമൊഴിക്കുക. അതിനുശേഷം ശുദ്ധജലം കുറച്ച് കുടിക്കുക. അതിനുശേഷം ചുടുവെള്ളമാണെങ്കിൽ അങ്ങനെ, ഇനി ചായ വേണമെന്നുള്ളവർക്ക് അങ്ങനെ ഉപയോഗിക്കാം. അതിനുശേഷം ഒരു പ്രഭാത സവാരി ആവാം. വേണമെങ്കിൽ പത്രം വായിക്കാം, വർത്തമാനം പറയാം, വീട്ടുകാരെയൊക്കെ ഒന്നാക്കാം, വീട്ടിലെ പൂന്തോട്ടത്തിൽ വിരിഞ്ഞ പൂക്കളെയൊക്കെ ഒന്ന് കണ്ട് മൈൻഡ് ഒന്ന് ഫ്രഷാക്കി ടോയ്ലറ്റിലേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇത്തരത്തിൽ പോസിറ്റീവായിട്ട് നിൽക്കുകയാണെങ്കിൽ ആ ദിവസം മുഴുവൻ നമുക്ക് ഈ പോസിറ്റിവിറ്റി എനർജി കീപ്പ് ചെയ്യാൻ പറ്റും. പലരും ബെഡ് കോഫി പ്ലീസ് എന്ന് പറഞ്ഞിട്ടാണ് എണീക്കുക അല്ലേ? എല്ലാവർക്കും എണീറ്റ് ഉടനെ ഒരു കപ്പ് ചായ അല്ലെങ്കിൽ കാപ്പി കിട്ടണം, നിർബന്ധമാണ്. അത് കിട്ടിക്കഴിഞ്ഞാലേ ഉള്ളൂ അവരുടെ ദിനചര്യ തുടങ്ങുള്ളൂ എന്നുള്ള രീതിയിലേക്കാണുള്ളത്. ഇങ്ങനെ വെറു വയറ്റിൽ നമ്മൾ ചായയോ അല്ലെങ്കിൽ കാപ്പിയോ കുടിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? സാധാരണ പുരുഷന്മാർക്കാണ് ഇത് കൂടുതലായിട്ട് വരുന്നത്. എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്ത്രീകളെ സംബന്ധിച്ച് ഒരു കോഫി പ്രിപ്പയർ ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് എഴുന്നേറ്റ് നടക്കുകയും കുറച്ച് കാര്യം ഒന്ന് നടക്കുകയും ചെയ്യും. പുരുഷനെ നേരെ തിരിച്ചാൽ ബെഡിലേക്ക് തന്നെ കൊണ്ടുവരുന്നത് കൊണ്ടായിരിക്കാം ബെഡ് കോഫി എന്നുള്ള പേര് വന്നിട്ടുള്ളത്. ഒറ്റ വാക്കിൽ പറഞ്ഞുതരാം. ഇങ്ങനെ ഈ ഒരു കോഫി എണീറ്റ് ഉടനെ കഴിക്കുന്നത് എനർജി കിട്ടും എന്നുള്ളത് ശരിയാണ്. പക്ഷേ അത് വയറിൽ ആസിഡിറ്റി ഉണ്ടാക്കാൻ കാരണമാകും. ഓവറായിട്ട് ഈ എനർജി കിട്ടിയിട്ടുള്ളത് ഹൈപ്പർ ആക്ടിവിറ്റിയിലേക്ക്, BP കൂടാൻ, അങ്ങനെയുള്ള കാരണങ്ങൾ, മൂഡ് ചേഞ്ചസിലേക്കൊക്കെ കാരണമാവും. ആസിഡിറ്റി ഉണ്ടായതുകൊണ്ട് ഗ്യാസ് രാവിലെ തന്നെ ഉണ്ടാവുകയും അത് പിന്നീട് ഒരു അഡിക്ഷനായിട്ട് മാറുകയും ചെയ്യും. ഞാനെപ്പോഴും പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലരും പല്ല് പോലും തേക്കാതെയാണ് ഈ കോഫി ചായ കുടിക്കുന്നത്. എല്ലാത്തിനെയും എതിർക്കുക, എല്ലാ സംഗതിയെയും വിരുദ്ധമായിട്ട് പറയുക എന്നുള്ളതല്ല നമ്മൾ ഈ പോഡ്കാസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യം എന്ത് ചെയ്യുക? ചായ കുടിക്കുക, കോഫി കുടിക്കുക. പക്ഷേ അതെന്താവണം? ഒന്നെങ്കിൽ അത്യാവശ്യം വെള്ളം കുടിച്ചതിന് ശേഷം, അല്ലെങ്കിൽ എഴുന്നേറ്റൊന്ന് നടന്ന് പ്രഭാത കൃത്യങ്ങൾ ചെയ്ത് പല്ല് തേച്ചതിന് ശേഷം ആവുന്നതാണ് നല്ലത്. എന്നാൽ ഇത് കിട്ടാവുന്ന രൂപത്തിലേക്ക്, അമിതമായിട്ട് ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ പ്രയാസമാവും എന്ന രൂപത്തിലേക്ക് ശരീരത്തെ വലിച്ചു നീട്ടി ഒരു അഡിക്ഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യരുത്. പ്രത്യേകിച്ചും അമ്മമാർ ജോലിക്ക് പോവുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കും. ഒഴിവാക്കുന്ന ഒരൊറ്റ കാര്യമാണ് ബ്രേക്ക്ഫാസ്റ്റ്. ബാക്കിയൊന്നും അവരുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനേ പറ്റില്ല എന്നുള്ള നിലപാടിൽ എല്ലാം തീർത്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കിയിട്ട് പോകും. മിക്കവാറും ഇങ്ങനെ ജോലിക്ക് പോകുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ദിവസേന ഈ ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങളാണ് സംഭവിക്കുക? ദിവ്യ ഒരു പരിധിവരെ ദിവ്യയുടെ അനുഭവം വെച്ചിട്ട് തന്നെ ആയിരിക്കും പറയുന്നുണ്ടാവുക. ജോലിക്ക് എത്തണം എന്നുള്ളതുകൊണ്ട് മക്കൾക്കുള്ള ലഞ്ചും മക്കൾക്കും വീട്ടുകാർക്കും എല്ലാവർക്കും ഉള്ള ബ്രേക്ക്ഫാസ്റ്റും തയ്യാറാക്കും. പക്ഷെ അത് നമ്മൾക്കൊരല്പം എടുത്ത് കഴിക്കാൻ പറ്റില്ല. ഇത് പ്രധാനമായിട്ടും ഞാൻ എപ്പോഴും കാണുന്നത് പ്രവാസി സുഹൃത്തുക്കളിലാണ്. കാരണം അവർ വേഗത്തിൽ രാവിലെ എഴുന്നേറ്റ് ഡ്യൂട്ടിക്ക് എത്താനാണ് നോക്കുക. രാവിലെ 4 മണിക്ക് ഷാർജയിൽ നിന്ന് ദുബായിലെത്തി, അല്ലെങ്കിൽ ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങും എന്ന് പേടിക്കുന്ന ആളുകളാണ് അവരിൽ പലരും. ഒറ്റ വാക്കിൽ പറഞ്ഞു തരാം, നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഷുഗർ വരാനുള്ള സാധ്യത, ലോങ് ടേം സാധ്യത വളരെയേറെ കൂടുതലാണ്. വെയിറ്റ് കൂടാനുള്ള സാധ്യത കൂടുതലാണ്. വെറും വയറ്റിൽ നിൽക്കുന്ന സമയത്ത് ദഹിക്കാതെ ആവാനുള്ള സാധ്യത കൂടുതൽ. അതെന്തുകൊണ്ടറിയോ? നമ്മുടെ ബോഡി ഒരു സെൻസർ വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഇത്തരത്തിൽ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന സമയത്ത് ബോഡി എന്താ മനസ്സിലാക്കുക അറിയോ? ഇവൻ ഭക്ഷണം കഴിക്കാത്ത ആളാണ്, അപ്പോൾ കിട്ടുന്ന ഭക്ഷണമൊക്കെ പിടിച്ച് വെക്കണം, സ്റ്റോർ ചെയ്ത് വെക്കണം എന്നുള്ളത്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ വിശപ്പ് കൂടും, നന്നായിട്ട് കഴിക്കും, കഴിച്ചത് മുഴുവൻ വയറ്റിലെന്ത് ചെയ്യും? പിടിക്കും. അത് ചന്തിയിലാണെങ്കിലും വയറിലാണെങ്കിലും ഒക്കെ തടി കൂടാനും അമിതവണ്ണം കൂടാനും ഫാറ്റി ലിവർ ആവാനും കൊളസ്ട്രോൾ ആവാനും ഒക്കെ കാരണമാവും. എന്നാൽ നേരെ മറിച്ച് ഒരാൾ കറക്റ്റ് ടൈമിൽ തിന്നുകയാണ് എന്നുണ്ടെങ്കിൽ ബോഡി എന്താ മനസ്സിലാക്കുക അറിയോ? ഇവനെല്ലാം തിന്നുന്നുണ്ട്, ആവശ്യത്തിന് കിട്ടുന്നുണ്ട്, ഒന്നും എടുത്തു വെക്കണ്ട കരുതിയിട്ട് കറക്റ്റ് ടൈമിന് കിട്ടും എന്നുള്ള ബോഡിക്ക് അറിയാം. അപ്പോൾ ബോഡി ആവശ്യമില്ലാത്തതൊക്കെ പുറത്തേക്ക് കളയും. ഇതുകൊണ്ടാണ് പലപ്പോഴും നല്ല തീറ്റാവുകളായിരിക്കും. പക്ഷെ എന്താ ഉണ്ടാവുക? ഇവർ ഈ തീറ്റക്കനുസരിച്ച് അവരുടെ തടിയിലൊന്നും ഉണ്ടാവില്ല. ചിലർ പറയും ഞാൻ ആകെ 2 നേരം ഭക്ഷണം കഴിക്കുന്നുള്ളൂ എന്നിട്ടാണ് ഈ തടിയിൽ. എന്താ കാരണം? അവൻ കഴിക്കുന്നത് 11 മണിക്ക് ബ്രഞ്ചായിരിക്കും. അപ്പോൾ ബോഡി ഇതുപോലെ സെൻസ് ചെയ്തിട്ട് ഒന്നാകെ വലിച്ചെടുക്കും. രാത്രി ഇതേപോലെ 11 മണിക്ക് കിടന്നിട്ട് ഒരൊറ്റ കിടത്തായിരിക്കും. അതൊക്കെയാണ് അപകടം ചെയ്യുക. പരമാവധി ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കാതിരിക്കുക. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കോഫി ചായ ഒക്കെ ഒഴിവാക്കിയതിന് പകരമായിട്ട് വെള്ളം കുടിക്കണം എന്നാണല്ലോ പറഞ്ഞത്. അങ്ങനെ വെള്ളം നമ്മൾ കുടിക്കുന്നത് കൊണ്ട് എന്തൊക്കെ ഗുണങ്ങളാണുള്ളത്? അതിനൊറ്റ വാക്കിൽ മറുപടി പറഞ്ഞുതരാം. നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ അത്രയും നേരം കുറേ ഡൈജസ്റ്റീവ് ജ്യൂസസ് അടങ്ങിയിട്ടുള്ള നമ്മളുടെ വയറ്, ഗട്ട്, കുടലുകൾ, ഈ ഭാഗത്തൊക്കെ ഈ വെള്ളം ചെല്ലുമ്പോൾ ഒന്ന് ക്ലീൻ ആവും. അതിനുശേഷം നമ്മൾക്ക് ഈസി ആയിട്ട് ദഹന പ്രക്രിയ നടക്കും. കിഡ്നിയുടെ പ്രവർത്തനങ്ങളൊക്കെ ഈസി ആയിട്ട് നടക്കും. മൂത്രം പോവാനും ദഹനം ശരിയാക്കിക്കൊണ്ട് കുടലുകൾക്ക് മൂവ്മെൻ്റ് ഉണ്ടാക്കിയിട്ട് സുഖശോധന കിട്ടാനും നടക്കും. ഇലക്ട്രോലൈറ്റ് ബാലൻസ് ശരിയാവാൻ സഹായിക്കും. ശരീരത്തിൽ നന്നായിട്ട് വിയർത്ത് വെള്ളം പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മൂത്രമൊഴിച്ച് വെള്ളം പോയിട്ടുണ്ടെങ്കിൽ ഡീഹൈഡ്രേഷൻ ശരിയാവാൻ ഏറെ സഹായിക്കും.
എന്നാൽ എന്താവരുത്, വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു 4 ലിറ്റർ രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ വാരി വലിച്ച് കുടിച്ചിട്ട് വയറ് നിറച്ച് വേറൊന്നും കഴിക്കാൻ പറ്റാതെ ഛർദി നോസി ഉണ്ടാവുന്ന അവസ്ഥ ഉണ്ടാവരുത്. വെള്ളം എപ്പോഴും സാധാ രൂപത്തിൽ കുടിക്കുന്നത് വളരെയേറെ നല്ലതാണ്. കുട്ടിക്കാലം മുതൽ തന്നെ വലിയ ആളുകളൊക്കെ പറയാറുണ്ട് രാവിലെ എണീറ്റ് വായിക്കണം എന്നാലേ ഉള്ളൂ ബുദ്ധി കൂടുള്ളൂ എന്ന്. അപ്പോൾ അതിൽ എന്തെങ്കിലും സയൻറ്റിഫിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടോ? ഇനി രാവിലെ നമ്മൾ ബുദ്ധി കൂട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് കൂടെ. ബുദ്ധി കൂട്ടുക എന്നുള്ളതിലേറെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യം നമുക്ക് ഓർമ്മശക്തി കൂട്ടുക എന്നുള്ളതാണ്. നമ്മളുടെ അക്കാഡമിക് സിസ്റ്റം പലപ്പോഴും ബുദ്ധി എന്നുള്ളതിലേറെ ഓർമ്മശക്തിയെ അളക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഉപകാരപ്രദമാവുന്ന കുറച്ച് കാര്യം പറഞ്ഞുതരാം. ഒന്നാമത്തത്, നമ്മൾ രാത്രി കുറേ നേരം ഇരുന്ന് കിടന്ന് ഉറങ്ങിയിട്ട് വൈകി എഴുന്നേൽക്കുകയാണെങ്കിൽ ശരിയായ രൂപത്തിൽ റീകളക്ട് ചെയ്യാൻ കഴിയില്ല. ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാകും, ചെറിയൊരു ആങ്സൈറ്റി ഉണ്ടാവും, ചെറിയൊരു മന്ദപ്പ് ഉണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മളെ ബോഡിയിലും തന്നെ മറ്റേത് എങ്ങനെ അറിയോ, നമ്മളിപ്പോൾ നന്നായിട്ട് അധ്വാനിച്ച് കളിച്ച് ക്ഷീണിച്ച് കാല് കഴിഞ്ഞിരിക്കുകയാണെന്ന് കരുത്. അങ്ങനെ വന്നിട്ട് രാത്രി പഠിക്കുന്നതും വിശ്രമമൊക്കെ കഴിഞ്ഞ് ബോഡി ഫ്രഷായി ഫിസിക്കലി ഫിറ്റായിട്ട് നിൽക്കുന്നതും തമ്മിലൊരു വ്യത്യാസമുണ്ട്. രാത്രി നല്ലവണ്ണം ഭക്ഷണം കഴിച്ച് ഉറക്കം തൂങ്ങി പഠിക്കുന്നതും വയറ് ഫ്രീ ആയിട്ട് നിൽക്കുമ്പോൾ പഠിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. പിന്നെ ഓർമ്മശക്തി കൂട്ടാൻ വേണ്ടിയിട്ട് ആദ്യം മൊബൈൽ ഫോൺ ഒഴിവാക്കുക. അനാവശ്യമായിട്ടുള്ള കലഹങ്ങളും ലഹളകളും സ്ട്രെസ്സും ഒഴിവാക്കുക. ഫോണ്, അതുപോലെ തന്നെ ക്രിക്കറ്റ്, ഫുട്ബോൾ ഇത്യാദിയായിട്ടുള്ള അഡിക്ഷൻസും പരമാവധി ഒഴിവാക്കുക. നല്ലോണം വെള്ളം കുടിക്കുക. എണ്ണപ്പഴുക്കുള്ള ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കുക. ഫാസ്റ്റ് ഫുഡും ജങ്ക് ഫുഡും ഒഴിവാക്കുക. കുട്ടികൾ എന്ത് ചെയ്യുക, ഇൻട്രസ്റ്റോട് കൂടിയിട്ട് പഠിക്കുക. അതിനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലാക്കിയിട്ട് തന്നെ പഠിച്ചെടുക്കുക. അങ്ങനെ ആവുമ്പോൾ ഓർമ്മശക്തി കൂട്ടാനും പഠനവും ബുദ്ധിശക്തിയും കൂട്ടാനും വളരെയേറെ സഹായകരായിരിക്കും.